all, welcome to the next video of Pride to Success. എല്ലാവരും നമ്മുടെ ബെസ്റ്റ് എക്സാം റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണല്ലേ. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ ഓൾറെഡി ഗവൺമെൻറ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 9 റിസൾട്ട് വരുന്നത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വരുന്നത്. നോർമലി ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത്. ഓക്കെ, 3 മണി ടൈമിലൊക്കെയാണ്. SSLC രാവിലെയാണ് എപ്പോഴും വരുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ +2 റിസൾട്ട് എല്ലാ തവണയും വരുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും ഈ ഒരു തവണയും ഒരു 2:30-3 മണി ആ ഒരു ടൈമിലായിരിക്കും റിസൾട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ എന്താണ്, ഒരുപാട് പിടിച്ചൊന്നല്ല ഈ പ്രാവശ്യത്തെ വാല്യുവേഷൻ, ഒരുപാട് പിടിച്ചൊന്നല്ല. ഒരു വളരെ ലിബറലായിട്ടുള്ള വാല്യുവേഷൻ തന്നെയായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് നോക്കാം, റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏകദേശം എല്ലാം എഴുതിയവർക്ക് നമുക്ക് എന്താ ഉറപ്പുണ്ടായിരിക്കും അല്ലേ. നമുക്ക് ഫുൾ A+ന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും എല്ലാവരും വെയിറ്റിംഗ്. ഇനി കൊമേഴ്സ് ആവട്ടെ, സയൻസ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, എല്ലാവരും ഫുൾ A+ന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഫുൾ A+ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഫുൾ A+ കിട്ടട്ടെ. 9 റിസൾട്ട് വരുമ്പോഴത്തേക്കും എന്താണ്, അത് ഓർത്ത് ഇപ്പോഴേ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എഴുതിയിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതാണ്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ ഞാൻ റിസൾട്ടിനെ പറ്റിയിട്ട് മാത്രമല്ല പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. റിസൾട്ട് കഴിഞ്ഞിട്ട് പല കാരണത്താൽ എക്സാം എഴുതാൻ എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റാത്തവരും, അതുപോലെ തന്നെ ഇനിയും മാർക്ക് കൂട്ടണം എന്നൊക്കെയുള്ളവർ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം, സെയിം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഈ ഇയറിലും ഉണ്ട്. ഓക്കെ, ഈ ഇയറിൽ എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ സെയിം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ട്. നമുക്ക് ഒരുപാട് ഗ്യാപ്പൊന്നും വരത്തില്ല. പഠിക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും കിട്ടത്തില്ല. ഒരു 20-25 ദിവസം മാത്രമായിരിക്കും നമുക്ക് പഠിക്കാനായിട്ട് കിട്ടുന്നത്. 20-25 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് തീർക്കണം. അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ആയിരിക്കും. നോർമലി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഒരു സബ്ജക്റ്റ് മാത്രമാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. എക്സാം ആണെന്നുണ്ടെങ്കിൽ എത്ര എണ്ണത്തിനാണോ ഫീലായത് നമുക്ക് ആ ഒരു എല്ലാ എക്സാം എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇനിയിപ്പോൾ മാർക്ക് കുറഞ്ഞാൽ കൂടിയും ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് പഠിച്ച് നല്ലപോലെ എഴുതും. ഓക്കെ, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ജൂലൈയോടെ വരും. ഓക്കെ, പെട്ടെന്ന് വരും. നമ്മൾ ഈ ഒരു 9 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ടൈം ടേബിളും ഡേറ്റും ഒക്കെ വരുന്നതാണ്. നമ്മുടെ മോഡൽ എക്സാം നടന്നതുപോലെ ആയിരിക്കും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഗ്യാപ്പ് കാണത്തില്ല. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടൻസി എക്സാം, +2കാർക്കൊക്കെ അക്കൗണ്ടൻസി എക്സാമും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാമും ഒക്കെ ഒരു ദിവസം അല്ലായിരുന്നു. രാവിലെ മോഡൽ എക്സാം ടൈമിൽ രാവിലെ അക്കൗണ്ടൻസിയും ഉച്ചയ്ക്ക് ശേഷം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അപ്പം അതുപോലെ ആയിരിക്കും നമ്മുടെ എന്ത് വരുന്നത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വരുന്നത്. ഒരു ദിവസം 2 പരീക്ഷയും അതുപോലെ തന്നെ പരീക്ഷ കിടക്കുന്ന ഗ്യാപ്പിൽ ഒരു 1 വീക്കിനുള്ളിൽ ഇപ്പോൾ മൺഡേ സ്റ്റാർട്ട് ചെയ്ത് ഫ്രൈഡേ തീർക്കുന്ന രീതിയിലായിരിക്കും മിക്കപ്പോഴും ടൈം ടേബിൾ വരുന്നത്. കഴിഞ്ഞ ഇയറിലെ ടൈം ടേബിളും അങ്ങനെ തന്നെ ആയിരുന്നു. കഴിഞ്ഞ ഇയറിൽ ഒരു 25 ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് 25 ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും അതുപോലെ കാണത്തുള്ളൂ. പിന്നെ നമ്മുടെ അത് കഴിഞ്ഞിട്ടുള്ള അഡ്മിഷൻസൊക്കെ ഇപ്പോഴേ തുടങ്ങുന്നതായിരിക്കും. റിസൾട്ട് വന്നിട്ട് നമുക്ക് ഏത് കോഴ്സ് സെലക്ട് ചെയ്യണമെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം പേരും. അങ്ങനെ ചെയ്യരുത്. മാക്സിമം ഒരു ഐഡിയ ഉണ്ടായിരിക്കുക, എന്താണ് ഇത് കഴിഞ്ഞിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്, +2 കഴിഞ്ഞിട്ട് എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒരു ഐഡിയ എന്തായാലും ഉണ്ടായിരിക്കണം. ഓക്കെ, കാരണം ഇപ്പോഴേ ഒരുപാട് നമ്മളിപ്പോൾ ACCA CA പഠിക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അതിൻ്റെ അവിടെ അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം നമുക്കൊരു ഐഡിയ കാണുമല്ലോ നമ്മുടെ മനസ്സിൽ. ഇപ്പോൾ ഞാൻ എക്സാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. +2 എക്സാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്ര മാർക്ക് കിട്ടും അല്ലെങ്കിൽ ഇത്ര ഒരു A+ കിട്ടുമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അവരൊരു എക്സാം എഴുതിയപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരിക്കും ഇത്ര മാർക്ക് കിട്ടും എന്നുള്ളത്. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കോഴ്സും ഒക്കെ സെലക്ട് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ പഠിക്കുക, എൻ്റെ ഒരു സജഷനിൽ ഇപ്പോൾ കൊമേഴ്സാരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. കൊമേഴ്സുകാർക്കാണെന്നുണ്ടെങ്കിൽ BCom ചെയ്യാവുന്നതാണ്. ഡിഗ്രി വേണം എന്നുള്ളവർക്ക് BComോ BBAയോ ചെയ്യാവുന്നതാണ്. BCom എല്ലാ കോളേജസിലും BCom BBA അവൈലബിൾ അല്ല. നമ്മളിപ്പോൾ നോർമലി നമ്മുടെ സയൻസ് സബ്ജക്റ്റ് പോലെ എല്ലാ കോളേജിലും ഇത് BCom അവൈലബിൾ അല്ല. പക്ഷേ ഏറെക്കുറെ എല്ലാ കോളേജിലും ഉണ്ട്. BCom BBA ആണ് ഡിഗ്രി ആവശ്യമുള്ളവർക്ക് പോകാം. പിന്നെ അത് കഴിഞ്ഞ് അല്ലാണ്ട് പ്രൊഫഷണൽ കോഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ CA ഉണ്ട്, ACCA ഉണ്ട്, പിന്നെ CMA in US ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇതിനൊക്കെ നിങ്ങൾ ഇപ്പോഴേ മാക്സിമം അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കാം. CA എന്ന് പറയുമ്പോഴത്തേക്കും CA വളരെ ടഫായിട്ടാണ് എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. വളരെ ടഫ് തന്നെയാണ്. ചില കുട്ടികളുണ്ട് CAക്ക് ഒപ്പം BCom ചെയ്യും. ഓക്കെ, BCom വിത്ത് CA ചെയ്യുന്നുണ്ട്. BCom വിത്ത് CAയോ അല്ലെങ്കിൽ ACCAയോ CMA ചെയ്യുന്നത് അതൊക്കെ നല്ലൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ഒരുമിച്ച് ചെയ്യുന്നത്. ബട്ട് ചിലവരാണെന്നുണ്ടെങ്കിൽ BCom കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി എന്തെങ്കിലും നോക്കാം എന്നുള്ള രീതിയിൽ പോകുന്നവരും ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് പോലെയാണ് ഇരിക്കുന്നത്.
അപ്പോൾ ഇതൊക്കെ പഠിച്ചാൽ ജോലി കിട്ടുമോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഡൗട്ട്. നമ്മളൊക്കെ നോർമലി ഇപ്പം നമ്മളൊരു എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ തന്നെ നമ്മൾ നോർമലി ഒരു അവിടെ നിന്ന് ഒരാളെ എടുത്താൽ നമ്മൾ അതിലൊരു ഡോക്ടറും ഒരു എൻജിനീയറും ഒക്കെ കാണുമല്ലേ. ബട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു റാൻഡമായിട്ട് എടുക്കുന്നതിൽ ഒരിക്കലും ഒരു CA അല്ലെങ്കിൽ ACC CMA ഇങ്ങനെ ഒരു ഇത് നമ്മൾ കാണാറേ ഇല്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് നോക്കുക. അത്രത്തോളം എന്തുണ്ട്, വേക്കൻസി ഉണ്ട് നമ്മുടെ കേരളത്തിലാവട്ടെ ഇന്ത്യയിലാവട്ടെ അത്രത്തോളം വേക്കൻസി CA-ക്കാർക്കും ACCA-ക്കാർക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മുടെ കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, എല്ലാവരും ഡോക്ടറും എൻജിനീയറും. ഓക്കെ, നമ്മളിപ്പോൾ കൊമേഴ്സ് പഠിച്ചാൽ നമുക്ക് ഡോക്ടർ എൻജിനീയറും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഡോക്ടർ എൻജിനീയർ അതിന് മാത്രമല്ല നമ്മൾ വില വരുന്നത്. CA SCC ഒക്കെ പഠിച്ചാൽ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് വരുന്നത്. പിന്നെ CA പഠിച്ചാൽ ACCA CMA ഇതൊക്കെ പഠിച്ചിട്ട് എന്തൊക്കെ ആവാൻ പറ്റും, എത്ര ഇയറിലെ കോഴ്സാണ് എന്നൊക്കെയുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളാവും. അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടിയിട്ട് ഹെൽപ്ഫുള്ളാവും. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടായിരിക്കട്ടെ. റിസൾട്ട് വന്നതിന് ശേഷം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു, എന്താണ് റിസൾട്ട്, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത മാർക്ക് കിട്ടിയോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ എക്സാം എഴുതിയിട്ടില്ല, ഞാൻ ഫെയിലാവും അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഇപ്പോഴേ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. കാരണം കുറച്ച് ദിവസമേ കാണത്തുള്ളൂ എക്സാമിന്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് നമുക്ക് നല്ലപോലെ എഴുതി മാക്സിമം മാർക്ക് വാങ്ങണം. എല്ലാവരും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നല്ലപോലെ മാർക്ക് വാങ്ങാറുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം നല്ലപോലെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ.